CPM മുകേഷിന്റെ ഈ ആരോപണത്തിൽ നിലപാടെടുത്തത് എന്ന് കഴിഞ്ഞ ദിവസങ്ങൾ കണ്ടതാണ്. മുകേഷ് രാജിവെക്കേണ്ട കാര്യമില്ല എന്ന് CPM സംസ്ഥാന സെക്രട്ടറി തന്നെ പറഞ്ഞൊരു സാഹചര്യമുണ്ട്. അപ്പോഴും പാർട്ടി പരിപാടികൾ മുകേഷിന് അപ്രഖ്യാപിത വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുന്നു കൊല്ലം ജില്ലാ നേതൃത്വം. പാർട്ടി പരിപാടികൾക്ക് ക്ഷണിക്കേണ്ടതില്ലെന്നും പോസ്റ്ററിൽ പടം വേണ്ട എന്നുള്ള ധാരണയുമാണ്. MLA എന്ന നിലയിൽ പൊതുപരിപാടികൾക്ക് മുകേഷിന് പങ്കെടുക്കാം. കുറ്റപത്രത്തിൽ ഗുരുതരമായ കണ്ടെത്തൽ വന്നതോടെയാണ് ജില്ലാ നേതൃത്വത്തിന്റെ തീരുമാനം. VV അരുൺ ചേരുന്നു. അരുൺ, സംസ്ഥാന നേതൃത്വം പരസ്യമായി പറയുന്നത് MLA സ്ഥാനം രാജിവെക്കേണ്ട കാര്യമില്ല, അതായത് പരിപൂർണമായിട്ട് ഒരു വൈറ്റ് വാഷിംഗ് നിലപാടെടുത്താൽ മതി എന്ന് തീരുമാനിക്കുക. വനിതാ കമ്മീഷൻ അധ്യക്ഷ പോലും ആ തരത്തിൽ നിയമത്തിന്റെ വഴിക്ക് പോകട്ടെ എന്ന് കരുതുക. കൊല്ലം ജില്ലാ നേതൃത്വം ഇതിന് വിരുദ്ധമായിട്ടുള്ള ഒരു തീരുമാനം എടുത്തു എന്നുള്ളതാണോ, അതോ സംസ്ഥാന നേതൃത്വം ഈ പറയുന്നതല്ല യഥാർത്ഥത്തിൽ പാർട്ടി ഉദ്ദേശിക്കുന്നത് എന്നുകൂടിയാണോ? അപർണ, സംസ്ഥാന നേതൃത്വം അത്തരം നിലപാടെടുക്കാൻ കാരണം കൊല്ലത്തൊരു ഉപതെരഞ്ഞെടുപ്പ് അവർ ആഗ്രഹിക്കുന്നില്ല. കാരണം ഇത് സർക്കാരിന്റെ അവസാന കാലങ്ങളിലേക്ക് പോകുമ്പോൾ ഒരു ഉപതെരഞ്ഞെടുപ്പ് വന്നാൽ, പ്രത്യേകിച്ചും ഒരു ലൈംഗിക പീഡന കേസിൽ പ്രതിയായ MLA രാജിവെച്ച് പകരം ഒരു തെരഞ്ഞെടുപ്പ് വന്നാൽ അവിടെ വിജയിക്കുക വളരെ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് CPM അത്തരത്തിലൊരു നിലപാടെടുത്തത്. അതിന് അവർ പറഞ്ഞ ന്യായം, ഒരു എക്സിക്യൂട്ടീവ് അധികാരത്തിലേക്ക് ആൾക്കാർ, മന്ത്രിമാരെ പോലുള്ളവർക്ക് ഒരു ആരോപണത്തിന് പേര് രാജിവെച്ചാൽ തിരിച്ചു വരാൻ അവസരമുണ്ട്. പക്ഷേ ഒരു MLA രാജിവെച്ചാൽ തിരിച്ചു വരാൻ കഴിയില്ല. കുറ്റ ആരോപിതൻ പൂർണ്ണമായും കുറ്റവിമുക്തനാക്കിയാലും തിരിച്ചു വരാൻ കഴിയില്ല. അതുകൊണ്ട് തുടരട്ടെ നിലപാടാണ് CPMന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് എടുത്തത്. പക്ഷേ അങ്ങനെ പോയാൽ കാര്യങ്ങൾ ശരിയാകില്ല. അങ്ങനെ സംസ്ഥാന സെക്രട്ടറി തീരുമാനമെടുക്കാം. ജില്ലയിൽ മുകേഷിനെ മുൻനിർത്തിയാൽ വരുന്ന തെരഞ്ഞെടുപ്പിനും അത് ബാധിക്കും. പ്രത്യേകിച്ചും അവിടെ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയെ കഴിഞ്ഞ തവണ മത്സരിച്ചതും ഇനി മത്സരിക്കാൻ പോകുന്നതുമൊക്കെ ബിന്ദു കൃഷ്ണയാണ്. ഒരു വനിതാ നേതാവ് വരുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമായി ഇത്തരത്തിലെ CPMന്റെ സിറ്റിംഗ് MLA അല്ലെങ്കിൽ മുൻ MLA ലൈംഗിക പീഡന കേസിലെ പ്രതി എന്ന ആരോപണം സ്വാഭാവികമായി ഉയർന്നു വരും. അപ്പോൾ അദ്ദേഹത്തെ മുൻനിർത്തി കൂടി തെരഞ്ഞെടുപ്പിൽ നേരിട്ടാൽ പാർട്ടി വേദികളിൽ കൂടി അയാൾക്ക് അവസരം നൽകിയാൽ വലിയ തിരിച്ചടിയായി മാറുമെന്ന് CPMന്റെ ജില്ലാ നേതൃത്വം കണക്കുകൂട്ടുന്നു. CPMന്റെ ശക്തി കേന്ദ്രമാണ് കൊല്ലം. CPMന്റെ പരമ്പരാഗത സീറ്റാണ്. അവിടെ വിജയിക്കാതിരിക്കാൻ കഴിയില്ല CPMന്. അതുകൊണ്ടാണ് മുകേഷിനെ പാർട്ടി വേദികളിൽ നിന്ന് മാറ്റി നിർത്തണം, പാർട്ടി വേദികളിൽ മുഖം കാണിക്കാൻ കൊള്ളാവുന്ന ആളല്ല മുകേഷ് എന്ന ജില്ലാ നേതൃത്വം തിരിച്ചറിയുകയാണ്. അതുകൊണ്ടാണ് മുകേഷിനെ മാറ്റി നിർത്തണമെന്ന ആവശ്യം സംസ്ഥാന നേതൃത്വത്തോട് ജില്ലാ നേതൃത്വം വയ്ക്കുന്നത്. സംസ്ഥാന നേതൃത്വം അതിനെ എതിർക്കാനിടയില്ല, പക്ഷേ പരസ്യമായി അത് പറയാനും തയ്യാറായിട്ടില്ല. ഏതായാലും മുകേഷിനെ പാർട്ടി പരിപാടികളിലോ പാർട്ടി പരിപാടികളുടെ പ്രചരണ വേദികളിലോ ഉൾപ്പെടുത്തേണ്ട നിലപാടാണ് CPMന്റെ കൊല്ലം ജില്ലാ നേതൃത്വമുള്ളത്. MLA ആണ് അദ്ദേഹം. MLA എന്ന നിലയിൽ അദ്ദേഹത്തിന് പരിപാടി തുറന്നും പങ്കെടുക്കാം. പക്ഷേ പാർട്ടി മുകേഷിനെ അറിഞ്ഞുകൊണ്ട് വേദികൾ നൽകില്ല, അവസരം നൽകില്ല. അതായത് അരുൺ ഇതിനകത്ത് പറഞ്ഞതുപോലെ പാർട്ടിക്ക് മുന്നിലുള്ള വിഷയം എന്ന് പറയുന്നത് ഇനിയൊരു ഉപതെരഞ്ഞെടുപ്പ് നടന്നാൽ അത് പാർട്ടിക്ക് കൈവിട്ടു പോകും, പ്രത്യേകിച്ച് ഈ ഒരു ആരോപണത്തിന് മുന്നിൽ നിൽക്കുന്നത് കൊണ്ട് എന്നുള്ളത്. അതുകൊണ്ട് പാർട്ടിക്ക് അങ്ങനെ ഒരു കാര്യത്തിലേക്ക് കടക്കാൻ കഴിയില്ല. പക്ഷേ മുകേഷ് എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ നേതാവിനെ ഇനി പാർട്ടി പരിപാടികളടക്കം ഞാൻ തിരികെ എത്താം. VV അരുൺ, ഇപ്പോൾ കോൺഗ്രസ്